എനിക്ക് ഈ കഥാപാത്രങ്ങളെല്ലാം എനിക്കിഷ്ടമായിരുന്നു. വില്ലത്തി രസമായിരുന്നു. കാരണം നമുക്ക് ലൈഫിൽ കാണിക്കാത്ത വില്ലത്തരമെല്ലാം ആ ഒരു കഥാപാത്രം വഴി ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. ബിക്കോസ് നമ്മളിങ്ങനെ കുറേയൊക്കെ നമ്മൾ ആളുകളെ കാണാം, നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. കാരണം കുറച്ച് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ആളുകളുണ്ടായിരിക്കും. സോ അതൊക്കെ വെച്ചിട്ടായിരുന്നു അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്. ബട്ട് എനിവേ അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. പിന്നെ ആ ഒരു ടീമും ഉണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് ആ ദിലീപ് ഏട്ടൻ, പിന്നെ റാഫി സാറ്, ഷാഫി സാർ, എല്ലാവരുടെയും ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു അത്ര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമാണ്. സോ അത് എൻജോയ് ചെയ്ത് തന്നെ, ഏറ്റവും എൻജോയ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ കുമ്പസാരം വരുമ്പം ഞങ്ങളെ അതിനെല്ലാം ഓപ്പോസിറ്റായിട്ട് എന്താണ് ആ സിനിമ ആവശ്യപ്പെടുന്നത് എന്നുള്ള ഒരു ഇത് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കംപ്ലീറ്റ് ലൊക്കേഷന് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം അങ്ങനെ ഒരു ചിരി കളിയൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ മിണ്ടും, മീൻസ് ആ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ലൊക്കേഷനായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് അത് നമുക്ക് ആ ഒരു അതിലേക്ക് കൂടുതൽ അടുക്കാനോ കഥാപാത്രത്തിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നിരുന്നു അത്. സോ അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പം കനൽ വരുമ്പം ഏത് രീതിയിൽ നിൽക്കുന്ന കഥാപാത്രമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥാപാത്രമാണ്. സോ മോഡേൺ ആണ്, നാടനാണ്, ഏത് രീതിയിലും നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു സാധാരണ ഒരു പെൺകുട്ടി. ഞാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മാക്സിമം നന്നാക്കി ചെയ്യാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് നമ്മളെ ചുറ്റും നമ്മൾ ഏത് മൂഡാണ് മേ ബി ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് പറ്റണമെന്നില്ല. അത് ചിലപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴായിരിക്കും ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു, ഇത് ശരിയായില്ലല്ലോ എന്ന് നമുക്ക് തന്നെ സ്വയം മനസ്സിലാവുന്ന അന്നേരമായിരിക്കും. സോ അങ്ങനെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത സിനിമയിൽ അതെല്ലാം മാറ്റിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ അതൊക്കെയാണ്. അതല്ലാതെ സിനിമ കഴിഞ്ഞും കഥാപാത്രം ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ വെപ്രാളം പെടുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ബട്ട് ഒരു ഹോണ്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേണമെങ്കിൽ കുമ്പസാരത്തിലെ ഒരു കഥാപാത്രം തന്നെയായിരിക്കും. ബിക്കോസ് അവർ കടന്നുപോയ ആ ഒരു സിറ്റുവേഷൻസൊക്കെ നമുക്ക് ആർക്കും വിഷമം തോന്നിക്കുന്ന കാര്യങ്ങളാണ്. സോ അത് വേണമെങ്കിൽ പറയാൻ പറ്റും ആ ഒരു കഥാപാത്രം. സങ്കടമൊന്നുമില്ല. ബട്ട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അംഗീകരിക്കപ്പെടുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് വീണ്ടും എന്താ പറയുക, ഒരു പുഷ് കൂടിയാണ്, ഒരു പ്രചോദനം തന്നെയാണ്. ഇനിയും നന്നായി ചെയ്യണം എന്നുള്ള ഒരു കാര്യമുണ്ട് അതിൽ. ബട്ട് അതിനപ്പുറത്തേക്ക് എവിടെ ചെന്നാലും പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ടും സ്നേഹമൊക്കെ കിട്ടുന്നുണ്ട്. സോ അതൊരു വലിയ കാര്യം. കാരണം നമ്മളിപ്പോൾ ചെയ്തിട്ട് ഇങ്ങനെ സിനിമകളൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്കറിയില്ല എന്താണ് ആളുകൾ ഇതിനെ അംഗീകരിച്ചോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടോ ഈ കഥാപാത്രങ്ങളൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മൾ ഓരോ ഫംഗ്ഷൻസിലോ ഒക്കെ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത്, ഞങ്ങൾ ആ സിനിമ കണ്ടിരുന്നു, നന്നായി നിങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുമ്പം കിട്ടുന്നൊരു സന്തോഷം അത് വലുത് തന്നെയാണ്. മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റി പറയേണ്ട കാര്യമില്ല. നമ്മുടെ കുടുംബത്തിൽ വർക്ക് ചെയ്യുന്ന പോലെ നമുക്കറിയാവുന്ന ആളുകൾ. സോ പുറത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഒരു റെസ്പെക്റ്റാണ്. അവർ വേറൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ വേറൊരു ലെവലിലാണ് അവർ കാണാറുള്ളത്. സോ അങ്ങനെ അത്ര നമ്മുടെ അടുത്തേക്ക് വരാനൊക്കെ ഒരു മടി കാണിച്ച് വേറൊരു ഇമേജിലാണ് നമുക്ക്. പിന്നെയുള്ള വ്യത്യാസം ഓഫ് കോഴ്സ് ഭാഷയുടെ വ്യത്യാസമുണ്ട്, ഫുഡിൻ്റെ ഉണ്ട്, അതൊക്കെ നേരാണ്. അതല്ലാതെ എനിക്കങ്ങനെ വലിയൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. ക്യാരക്ടേഴ്സ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. പിന്നെ മലയാളത്തിൽ കുറച്ചും കൂടി നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. സോ അതെനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ. അത് പക്ഷേ ചില സിനിമകൾ നമ്മൾ ചെയ്യുമ്പം അവരത് പ്രത്യേകം ആവശ്യപ്പെടുന്നത് മാത്രമായിരിക്കാം. അല്ലാതെയും അവിടെയും നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളൊക്കെ വരുന്നുണ്ട്. കനൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകതയുള്ളൊരു സിനിമ തന്നെയാണ്. ഒരു നല്ല സിനിമയുടെ ഭാഗമായി മലയാളത്തിൻ്റെ മഹാനടനൊപ്പം അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടി. പത്മകുമാർ സാറിനൊപ്പം സുരേഷ് സാറിനൊപ്പം ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണിപ്പം. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞിട്ടും എല്ലാവരും പറഞ്ഞത് വളരെ നല്ലൊരു സിനിമയാണ്, എന്തായാലും ശിക്കാർ പോലെ അല്ലെ ദൃശ്യം പോലെയൊക്കെ അതിനപ്പുറം നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം അവരൊക്കെ ഇങ്ങനെ പങ്കുവെച്ചു. സോ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം. സോ അന്ന എന്താണെന്നും കനൽ എന്താണെന്നും ഒക്കെ തിയേറ്ററിൽ പോയി തന്നെ മനസ്സിലാക്കുക. സോ നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണം. താങ്ക് യു.